ഹായ് നമസ്കാരം. നമുക്കൊക്കെ തെറ്റുകൾ പറ്റാറില്ലേ? അങ്ങനെ തെറ്റുകൾ പറ്റുമ്പോൾ പലരും പറയുന്നത് ഞാൻ തോറ്റുപോയി എന്നാണ്. അവിടെ നമ്മൾ എല്ലാം അവസാനിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിൽ ഒരു ഭാരം കയറ്റി വെച്ച പോലെ, അല്ലെങ്കിൽ ഭയങ്കര നിരാശ, വഷള് തുടങ്ങിയവ നമുക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ ഇതേ കാര്യം നമ്മൾ മറ്റൊരു രീതിയിൽ കണ്ടു നോക്കൂ. ഓരോ പരാജയത്തിലും നമ്മൾ തളരുകയല്ല, നമ്മൾ വിജയത്തോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വീണ്ടും കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജം ലഭിക്കുകയും കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധയോടെ നോക്കിക്കാണാൻ കഴിയുകയും ചെയ്യുന്നു. ഓരോ പരാജയവും നമ്മുടെ ജീവിതത്തിലെ ചവിട്ടുപടികളാണ് എന്ന് കരുതുക. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അവൻ 10ഓ 20ഓ അതിലധികമോ പ്രാവശ്യം വീഴും. എന്നാൽ ഓരോ പ്രാവശ്യവും അവൻ വീഴുമ്പോൾ എങ്ങനെയൊക്കെ വീഴാതിരിക്കാം എന്നാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തുടർച്ചയായ ശ്രമത്തിലൂടെ അവൻ ഉറച്ച ചുവടുവെപ്പുകൾ നടത്താൻ പഠിക്കുന്നു. അല്ലാതെ അവൻ ആദ്യത്തെ വീഴ്ചയിൽ തന്നെ ഞാൻ വീണുപോയി, ഇനി എനിക്കൊരിക്കലും നടക്കാൻ കഴിയില്ല എന്നല്ലല്ലോ പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ശ്രമിക്കേണ്ടത്. ഈ കുഞ്ഞിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ വളരുന്ന സമയത്ത് നമ്മളെ ഭയം കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. ആ ഭയമാണ് നമ്മളെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ പല മഹാന്മാരുടെയും കാര്യങ്ങൾ നോക്കുക. തോമസ് എഡിസൺ, അദ്ദേഹം 10,000-ലധികം പ്രാവശ്യം ശ്രമിച്ചിട്ടാണ് ബൾബ് കണ്ടുപിടിച്ചത്. ഓരോ പ്രാവശ്യവും അയാൾ എങ്ങനെയൊക്കെ ബൾബ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞിരുന്നത്. അങ്ങനെ അദ്ദേഹം ആദ്യത്തെ പരാജയത്തിൽ തന്നെ നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇരുട്ടിൽ കഴിയുകയായിരുന്നു. അതുപോലെ അബ്രഹാം ലിങ്കൺ, അദ്ദേഹം എത്രയോ തവണ ഇലക്ഷനിൽ തോറ്റ് അവസാനമാണ് അമേരിക്കൻ പ്രസിഡന്റായി മാറിയത്. അതേപോലെ തന്നെയാണ് ജെ കെ റൗളിംഗ് 12-ലധികം പുസ്തക പ്രസാധകരുടെ അടുത്ത് പോയിട്ട് അവരെല്ലാം ഈ പുസ്തകം വേണ്ട എന്നാണ് പറഞ്ഞത്. എന്നാൽ അവസാനം ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവർ. അവസാനം അവർ വളരെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ വായിക്കുന്ന ഹാരി പോട്ടർ എന്ന മഹാത്ഭുതം തന്നെ സൃഷ്ടിച്ചു. മഹാന്മാരുടെ എല്ലാം ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഓരോ പരാജയത്തിലും നമ്മൾ പിന്മാറാതെ അതിൽ നിന്നും കിട്ടിയ അനുഭവങ്ങൾ വെച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ പരാജയത്തിൽ നിന്നും നമ്മൾ പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കുകയും ആ പരാജയങ്ങൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും ശ്രമവും നടത്തുകയും ചെയ്യുക. അങ്ങനെ തുടർച്ചയായ ശ്രമത്തിലൂടെ നമുക്ക് ജീവിതത്തിൽ തീർച്ചയായും വിജയിക്കാൻ കഴിയും. മുന്നോട്ട് പോകുന്നവർക്കാണ് വിജയത്തിന്റെ വാതിൽ തുറക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിനുള്ള ഉത്തമമായ തെളിവാണ് നമ്മുടെ പരാജയങ്ങൾ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുക. ചെറിയ ചെറിയ മുന്നേറ്റങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. നമ്മൾ തീർച്ചയായും വിജയിച്ചിരിക്കും. താങ്ക് യു.